السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا മുഹമ്മദ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഷുഐബ് നബി അലൈഹിസ്സലാമിൻ്റെ പ്രബോധനത്തിൻ്റെ തുടക്കത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അങ്ങനെ ഷുഐബ് നബി അലൈഹിസ്സലാം തൻ്റെ ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നു. അപ്പോൾ അവർ ചെയ്ത മറുപടി എങ്ങനെയാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്, അങ്ങനെ പ്രബോധനം ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ജനങ്ങൾ എങ്ങനെയാണ് ഷുഐബ് നബിയോട് പെരുമാറിയത് എന്നാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ മാ നഫ്ഖഹു കസീറൻ മിമ്മാ തഖൂൽ എന്ന പാഠത്തിൻ്റെ പേര്. മാ നഫ്ഖഹു കസീറൻ മിമ്മാ തഖൂൽ, നിങ്ങൾ പറയുന്ന അധികവും ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നാണ് ഹെഡിങ് കേട്ടോ. അപ്പോൾ وتجاهل القوم ما أراده شعيب كأنه كان يتكلم معهم في لغة أجنبية مع أنه ابن البلد وأخو القوم وكأنه كان غير مبين في كلامه غير مفصح مع أنه من أبلغهم كلاما وأفصحهم بيانا وهكذا يقول الناس إذا كبرت عليهم النصيحة وشق عليهم العمل. وتجاهل القوم ما أراده شعيب. ഷുഐബ് നബി അലൈഹിസ്സലാം ഉദ്ദേശിച്ച ഒന്നിനോട് തൻ്റെ സമുദായം തജാഹല, അവർ അറിവില്ലായ്മ നടിച്ചു, അജ്ഞത നടിച്ചു, അറിഞ്ഞിട്ടും അറിയാത്ത പോലെ കാണിച്ചു എന്നർത്ഥം. ജഹില എന്ന് പറഞ്ഞാൽ അറിവില്ലാത്തവനാവുക എന്നൊക്കെയാണ്. പക്ഷെ എന്നാൽ തജാഹല എന്ന് പറഞ്ഞാൽ അറിഞ്ഞിട്ടും അറിയാത്ത പോലെ കാണിക്കുന്നതിനേക്കാണ് എന്താ തജാഹല, അറിവില്ലായ്മ നടിക്കുക എന്നർത്ഥം. ഓക്കെ, അജ്ഞത നടിക്കുക, അതിനേക്കാണ് തജാഹല എന്ന് പറയുക. അപ്പോൾ തജാഹൽ ഖൗമു, തൻ്റെ സമുദായം ഷുഐബ് നബിയോട് അജ്ഞത നടിച്ചു. മാ അറാദഹു ഷുഐബ് നബി അലൈഹിസ്സലാം ഉദ്ദേശിച്ച ഒന്നിനോട്. അത് ഷുഐബ് നബി വരെ എന്താണ് ഇസ്ലാമിലേക്ക് സത്യത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനത്തെ അവർ സത്യത്തിൻ്റെ പാത അവർ മനസ്സിലാക്കിയിട്ടും മനസ്സിലാക്കാത്ത പോലെ അറിവില്ലായ്മ അവർ നടിച്ചു എന്നാണ് പറയുന്നത്. കഅന്നഹു കാന യതകല്ലമു മാഹും ഫീ ലുഗത്തിൻ അജ്നബിയ്യ, കഅന്നഹു കാന, അദ്ദേഹം സംസാരിക്കുന്ന പോലെ, കഅന്നഹു കാന യതകല്ലമു, ഷുഐബ് നബി അവരോട് സംസാരിക്കും, മാഹും അവരോടൊപ്പം സംസാരിക്കുന്ന പോലെ, ഫീ ലുഗത്തിൻ അജ്നബിയ്യത്തിൻ, ഒരു അന്യഭാഷയിൽ. അവർക്കങ്ങനെ തോന്നുകയാണ് ഷുഐബ് നബി സംസാരിക്കുന്നത് നമ്മുടെ ഭാഷയിലല്ല എന്ന് തോന്നും പോലെയാണ് അവരുടെ പെരുമാറ്റങ്ങൾ. കഅന്നഹു പോലെ, കാന യതകല്ലമു അദ്ദേഹം, മാഹും അവരോടൊപ്പം സംസാരിക്കുന്നത് പോലെ അവർക്ക് തോന്നി. ഫിലോത്തിൻ അജ്നബി, ഒരു അന്യഭാഷയിൽ, അവരുടേതല്ലാത്ത ഭാഷയിൽ. അജ്നബിയ എന്ന് പറഞ്ഞാൽ അന്യ എന്നർത്ഥം. ഓക്കെ, അജ്നബിയായ സ്ത്രീ എന്നൊക്കെ പറയുന്നത് തന്നെ അജ്നബിയാണ്, അന്യ. അപ്പോൾ മറ്റൊരു ഭാഷയിൽ, അവരുടെ ഭാഷയല്ലാത്ത മറ്റൊരു അന്യ ഭാഷയിലാണ് അവരോട് സംസാരിക്കുന്നത് എന്ന് അവർക്ക് തോന്നുന്നത് പോലെ ഷുഐബ് നബി പറയുന്ന കാര്യങ്ങൾ, ഉദ്ദേശിച്ച കാര്യങ്ങളോട് അവർ അറിവില്ലായ്മ നടിച്ചു. മാ അന്നഹു, എന്തായിരിക്കെ തന്നെ, കൂടെ, അന്നഹു തീർച്ചയായും കാര്യം എന്താണ്, അന്നഹു അദ്ദേഹം, ഷുഐബ് നബി അലൈഹിസ്സലാം, ഇബ്നുൽ ബലദി ആ നാട്ടിൻ്റെ പുത്രനാണ്, വാഹുൽ ഖൗമി തൻ്റെ സമുദായത്തിൽ ഒരു സഹോദരനുമാണ്. അങ്ങനെ ആയിരിക്കെ തന്നെ ഇവർക്ക് തോന്നുകയാണ് ഷുഐബ് നബി അങ്ങോട്ട് സംസാരിക്കുന്നത് അന്യഭാഷയിലാണെന്ന്. അതെന്താണ്, അവർ അറിവില്ലായ്മ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. വക അന്നഹു ഗൈറ മുബീൻ, ഏതുപോലെയും വക അന്നഹു കാന ഗൈറ മുബീനിൻ ഫീ കലാമിഹി, തൻ്റെ സംസാരത്തിൽ ഗൈറ മുബീൻ, മുബീൻ എന്ന് പറഞ്ഞാൽ വ്യക്തത. അപ്പോൾ ഗൈറ മുബീൻ എന്ന് പറഞ്ഞാൽ വ്യക്തതയില്ലാത്ത, അവ്യക്തത. അപ്പോൾ തൻ്റെ സംസാരത്തിൽ അവ്യക്തമാകുന്നത് പോലെ എന്നർത്ഥം. വക അന്നഹു, ഷുഐബ് നബി ഇതുപോലെ, കാന ഗൈറ മുബീനിൻ ഫീ കലാമി, തൻ്റെ സംസാരത്തിൽ അവ്യക്തതയുള്ളത് പോലെയായി അവർക്ക് തോന്നുകയാണ്. ഗൈറ മുഫസിഹിൻ, ഫസഹ എന്ന് പറഞ്ഞാൽ നല്ല 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 വാചാലനാവുക എന്നൊക്കെ. അപ്പോൾ അത് ഇല്ലാത്ത പോലെ, സംസാരശേഷിയില്ലാത്ത, മുഫ്സിഹ്, ഫസാഹത്ത്, ബലാഗത്ത് എന്നൊക്കെ നമുക്ക് പറയാനുണ്ട്. അപ്പോൾ ഫസാഹത്ത് എന്ന വാചാലത, ഭാഷാശുദ്ധി എന്നൊക്കെ അർത്ഥം. അപ്പോൾ അതൊന്നും ഇല്ലാതെ സംസാരത്തിൽ അവ്യക്തമായി സംസാരിക്കുന്ന പോലെ ഇവർക്ക് തോന്നി എന്ന് പറയുന്നത്. മാ അന്നഹു, എന്തായിരിക്കെ തന്നെ, കൂടെ, അന്നഹു തീർച്ചയായും കാര്യം ആയിരിക്കെ, മിൻ അബ്ലഹിം കലാമൻ, ആരാണ് ഷുഐബ് നബി അലൈഹിസ്സലാം, അവരിലെ മിൻ അബ്ലഹിം കലാമൻ, സംസാര വൈഭവത്താൽ
അല്ലെങ്കിൽ വാക്ക് ചാതുരിയാൽ നല്ല ഏറ്റവും ഉള്ള മുമ്പിലുള്ള ആൾ എന്നർത്ഥം. അബ്ലഗ് ബലാഗ എന്ന് പറഞ്ഞാൽ ഫസാഹ. ഈ രണ്ട് ഇനങ്ങളാണ് ഭാഷാപരമായിട്ട് അറിഞ്ഞിരിക്കേണ്ട സംഭവങ്ങളാണ്. ബലാഗത്ത്, ഫസാഹത്ത് രണ്ടും എന്താണ് ഭാഷാപരമായിട്ട് സംസാര വൈഭവം, അതുപോലെ തന്നെ ഭാഷാശുദ്ധി എന്നൊക്കെ അർത്ഥത്തിൽ നിൽക്കുകയാണ്. ഓക്കെ. അപ്പോൾ ബലീഗ് എന്ന് പറഞ്ഞാൽ നല്ല പ്രസംഗിക്കുന്ന നല്ല വാചാലനാകുന്ന വ്യക്തിക്ക് ബലീഗ് എന്ന് പറയും. അതുപോലെ തന്നെ ഫസീഹ് എന്ന് പറയണമെങ്കിലോ നല്ല ഭാഷാപരമായിട്ട് നല്ല ശുദ്ധിയുള്ള, സാഹിത്യപരമായിട്ടൊക്കെ ശുദ്ധിയുള്ള ആൾക്ക് ഫസീഹ് എന്ന് പറയും. അപ്പോൾ ഇവിടെ പറയുന്നത് ഷുഐബ് നബി അലൈഹി സ്വലാം അവരിൽ അബ്ലഗ് ഇസ്മു തഫ്ലീൽ മിന്നു അബ്ലഗു, ഇസ്മു തഫ്ലീൽ മിന്നു അബ്ലഗു എന്ന് പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതാണ് അങ്ങനെ അവരിലെ ഏറ്റവും വലിയ സംസാര വൈഭവമുള്ള അല്ലെങ്കിൽ വാഗ്മിയായ ആയിരിക്കത്തന്നെ ആര് ഷുഐബ് നബി അലൈഹി സ്വലാം. അഫ്സഹിഹിം ബയാന വിശദീകരിച്ച് കൊടുക്കലാൽ ഏറ്റവും ഭാഷാശുദ്ധിയുള്ളവനുമായ ഷുഐബ് നബി ആയിരിക്കത്തന്നെ ഇവർക്ക് തോന്നുകയാണ് ഷുഐബ് നബിയുടെ വാക്കിൽ, സംസാരത്തിൽ അവ്യക്തതയുണ്ട്, മനസ്സിലാവാത്തത് പ്രശ്നമുണ്ട് എന്നൊക്കെ അവർക്ക് തോന്നിയെന്നർത്ഥം. വഹാക്കഥ യഖൂലുന്നാസു, ഇപ്രകാരം തന്നെയാണ് ഇപ്രകാരം തന്നെയാണ് യഖൂലുന്നാസു ജനങ്ങൾ പറയുന്നു. ഇദാ കബുറത് അലൈഹിമുൻ നസിയ, അവർക്ക് ഉപദേശം വലുതായി തോന്നിയാൽ, അഥവാ ഉപദേശം അവരെക്കാൾ മികക്കുന്നതായി തോന്നി, വശഖ്ഖ അലൈഹിമുൽ അമൽ, അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ അവർക്ക് പ്രയാസമാവുകയും ചെയ്താൽ ഇങ്ങനെ തന്നെയാണ് എല്ലാവരും പറയുക. സംഭവർക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിലും മനസ്സിലാവാത്ത പോലെ നടിക്കും. എന്നിട്ടോ ഷുഐബ് നബി അടുത്തത് ഷുഐബുൻ യതഅജ്ജബു മിൻ ഖൗമി, തൻ്റെ സമുദായത്തിൽ തൊട്ട് തൻ്റെ സമുദായത്തെക്കുറിച്ച് ഷുഐബ് നബി തഅജ്ജബ മിൻ അത്ഭുതപ്പെടുകയാണ്. തഅജ്ജബ മിൻ ഖൗമി, തൻ്റെ സമുദായത്തെ തൊട്ട് അത്ഭുതപ്പെടുകയാണ്. കാരണം ഷുഐബ് നബി പറഞ്ഞു കൊടുക്കുന്നതൊക്കെ അവർക്ക് മനസ്സിലാകുന്നുണ്ട്, എന്നിട്ടും അവർ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നില്ല. അതോടൊപ്പം തന്നെ അവർ അറിവില്ലായ്മ നടിക്കുകയുമാണ്, അറിഞ്ഞിട്ടും അറിയാത്ത പോലെ നടിക്കുകയാണ്. ഇതൊക്കെയായിട്ട് ഷുഐബ് നബി അത്ഭുത പരതന്ത്രനായി എന്നാണ് പറയുന്നത്. വതഅല്ലലു ബിളഅഫി, തഅല്ലല ഇല്ല പറഞ്ഞാൽ കാരണം എന്നൊക്കെയാണ്. അപ്പോൾ തഅല്ലല ബി എന്ന് പറഞ്ഞാൽ ഒരു വാദം വാദിച്ചിട്ട് അതിനെ പിന്നാലെ കൂടുക, അതിനെ വിടാതെ കൂടെ ന്യായീകരിച്ച് കൊണ്ടിരിക്കുക, അതിനൊക്കെയാണ് അറിയാം തഅല്ലല എന്ന് പറയാം. ഒരു കാര്യം വിടാതെ പിന്തുടരുക എന്ന് പറയും തഅല്ലല ബി. അപ്പോൾ തഅല്ലലു ബി വഅഫി, അദ്ദേഹത്തിന് ഉണ്ടെന്ന് പറയപ്പെടുന്ന ഈ അശക്തതയും അതുപോലെ തന്നെ വഹദത്തി, അദ്ദേഹത്തിൻ്റെ ആ ഏകാന്തതയുമെല്ലാം അവർ പിന്നാലെ കൂടി എന്ന് പറഞ്ഞാൽ വിടാതെ പിന്തുടർന്ന് ആക്രമിച്ചു കൊണ്ടിരുന്നു. അഥവാ ഷുഐബ് നബി അലൈഹിസ്സലാമിൻ്റെ ഷുഐബ് നബിക്ക് ഈ ബലഹീനതയും സംസാരത്തിലുള്ള ശക്തിക്കുറവും അതുപോലെ തന്നെ അദ്ദേഹം ഏകനാണെന്നുമുള്ള കാര്യങ്ങളൊക്കെ അവർ ഓരോ കാരണങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. സംഭവത്തിൽ ഷുഐബ് നബി അലൈഹിസ്സലാമാണ് ആ കൂട്ടത്തിലെ ഏറ്റവും വലിയ പ്രാസംഗികനും ഏറ്റവും വലിയ വാഗ്മിയും. അങ്ങനെ ആയിരിക്കെ തന്നെ അവർ പറഞ്ഞുണ്ടാക്കുകയാണ് ഷുഐബ് നബിക്ക് ഇങ്ങനെ പ്രയാസങ്ങളുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ സ്വീകരിക്കില്ല, ഷുഐബ് നബി ഏകനാണ്, ഷുഐബ് നബിയുടെ കൂടെ ആളുകളില്ല എന്നൊക്കെ പറഞ്ഞ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് ഓരോ ന്യായീകരണങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. വ അന്നഹു, തീർച്ചയായും കാര്യം ലൗല അശിറത്തുഹു, ഷുഐബ് നബിയുടെ കുടുംബമില്ലായിരുന്നുവെങ്കിൽ, വഖറാബത്തുഹും ലഹു, അവർക്കുള്ള കുടുംബങ്ങൾ, അവർക്കുള്ള ബന്ധങ്ങൾ, ലഹു ഷുഐബ് നബിയോടുള്ള അവരുടെ ബന്ധങ്ങളും ഇല്ലായിരുന്നുവെങ്കിൽ, ഇല്ലായിരുന്നുവെങ്കിൽ ലറജമൂഹു ബിൽ ഹിജാറ, അവർ കല്ലെടുത്തെറിഞ്ഞ് ഷുഐബ് നബിയെ റജമാന കല്ലെടുത്തെറിയുക എന്നല്ലേ, അപ്പോൾ അവർക്ക് കല്ലെടുത്തെറിയുമായിരുന്നു, എറിഞ്ഞു കൊല്ലുമായിരുന്നു. വതഖല്ലസു മിൻഹു, എന്നിട്ട് അവർ ഷുഐബ് നബിയുടെ ഈ പ്രബോധനത്തിൽ നിന്ന് അവർ രക്ഷപ്പെടുമായിരുന്നു. പക്ഷേ ഷുഐബ് നബിയുടെ കുടുംബം അവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ടത് കൊണ്ട് അങ്ങനത്തെ ഒരു പ്രവർത്തനത്തിന് അവർ ആദ്യം തയ്യാറായില്ല. വഖദിസ്തൻകറ ദാലിക ഷുഐബ് നബി അലൈഹി സ്വലാമിന് ഇതൊക്കെ ഒരു വെറുപ്പായിരുന്നു, ഒരു വെറുത്തു. കാരണം എത്ര ജനങ്ങളെ ക്ഷണിച്ചിട്ടും ജനങ്ങൾ ഇസ്ലാമിലേക്ക് വരുന്നില്ലല്ലോ, എന്നിട്ട് ഷുഐബ് നബിക്ക് ഇതൊരു വെറുപ്പായി മാറി പ്രബോധനം എന്നുള്ളത്. ഇസ്തൻകറ ദാലിക എന്ന് പറഞ്ഞാൽ ഷുഐബ് നബി എത്ര പണിയെടുത്തിട്ടും ജനങ്ങൾ ഇസ്ലാമിലേക്ക് വരുന്നില്ല. അങ്ങനെ വതഅജ്ജബ, ഷുഐബ് നബി അത്ഭുതപ്പെട്ടു, മിൻ അൻ യകൂന അല്ലാഹുൽ അസീസുൽ ഖാദിറുൽ ഖവിയ്യുൽ ഖാഹിർ, അൻ യകൂന അള്ളാഹു ആയതിൽ എന്ന് പറഞ്ഞാൽ മിൻ അൻ യകൂന അള്ളാഹു ആയതിൽ, എന്തായി അള്ളാഹു
ആ അള്ളാഹു എങ്ങനത്തെ അള്ളാഹു? അൽ അസീസ്, ഏറ്റവും വലിയ പ്രതാപിയായ, അൽ ഖാദിർ, എല്ലാത്തിനും കഴിവുള്ള, അൽ ഖവിയ്യ്, ശക്തനായ, അൽ ഖാഹിർ, അടക്കി വായുന്ന റബ്ബ്. ആ റബ്ബ് അഹ്വന അലൈഹിം, അവരുടെ മേൽ നിസാരമാക്കി കൊടുത്തിരിക്കുന്നു, മിൻ അശീറത്തിൻ, കുടുംബത്താൽ. അങ്ങനെ അള്ളാഹു തആല അവരുടെ കുടുംബം, ശുഐബ് നബിയുടെ കുടുംബം കൊണ്ട് അവരെ നിസാരമാക്കിയിരുന്നതിൽ അള്ളാഹു തആല അങ്ങനെ ചെയ്തതിൽ ശുഐബ് നബി അലൈഹിസ്സലാം അത്ഭുതപ്പെട്ടു. അങ്ങനെ അത്ഭുതപ്പെട്ടു. അഥവാ അള്ളാഹു ഏറ്റവും വലിയ പ്രതാപിയും ഉന്നതനുമൊക്കെയാണ്. അങ്ങനത്തെ അള്ളാഹു എന്തു ചെയ്തു? എന്നെ ഈ നിസാരപ്പെട്ട ഈ കുടുംബത്തിലെ ആളുകളാക്കിയിട്ട് ഈ കുടുംബത്തെ നിന്ദിച്ചല്ലോ എന്ന വിഷയത്തിൽ അത്ഭുതപ്പെടുകയാണ്. ജനങ്ങളൊന്നും ഇസ്ലാമിലേക്ക് കടന്നു വരുന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഹിയ ഉർലത്തുൽ ലിൽ അംറാലി വൽ ഹലാക്കി വൽ ലഅഫി വൽ അജ്സ്, അതാണല്ലോ എന്ത്? ഉർലത്തുൻ, ഉർല എന്ന് പറഞ്ഞാൽ ഉദ്ദേശം, അഭിലാഷം, ലക്ഷ്യം എന്നൊക്കെ അർത്ഥം. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഒരു ലക്ഷ്യം. ലിൽ അംറാലി, ഓരോ രോഗങ്ങൾക്കുള്ളതും, അതുപോലെ തന്നെ വൽ ഹലാക്കി, നാശത്തിനുമുള്ള, വൽ ലഅഫി, അതുപോലെ തന്നെ ബലഹീനതക്കും, വൽ അജ്സി, അശക്തതക്കുമുള്ള എല്ലാത്തിൻ്റെയും ലക്ഷ്യം ഇതാണെന്ന് മനസ്സിലാക്കിയെന്നർത്ഥം. വതഅജ്ജബ മിൻ അൻ യകൂന അല്ലാഹുൽ ഖാദിറുൽ ഖവിയ്യുൽ ഖാഹിറു അഹ്വന അലൈഹി മിൻ അശീറത്തിൻ. അഥവാ ശുഐബ് നബി അലൈഹിസ്സലാം, ഏറ്റവും പ്രതാപിയായ അള്ളാഹു ശുഐബ് നബിയെ ഇവരുടെ കുടുംബത്തിലാക്കി. അങ്ങനെ കുടുംബത്തിൻ്റെ പേരിൽ നിസാരനാക്കപ്പെടുകയാണല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് രോഗത്തിനും ശുഐബ് നബി അലൈഹിസ്സലാമിനും, അതുപോലെ തന്നെ വല്ല ഹലാക്കി, നാശത്തിനും, വല്ലാഫി, ബലഹീനതക്കും, വല്ല അജ്സി, അശക്തതക്കൊക്കെ അതിൻ്റെയൊക്കെ ലക്ഷ്യം, അതിൻ്റെ ഉദ്ദേശം അതാണെന്ന് മനസ്സിലാക്കി എന്നർത്ഥം. ഖാലൂ, എന്നിട്ട് അവർ പറഞ്ഞു, യാ ശുഐബു, യാ ശുഐബ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, നിദ പറഞ്ഞാൽ ഒരാൾ വിളിക്കുക. അപ്പോൾ പേരൊക്കെ ആണെങ്കിലോ യാ ശുഐബു എന്ന് മുനാദ മർഫു ആയിരിക്കും. അപ്പോൾ യാ ശുഐബ്, ശുഐബേ, അവർ പറയുകയാണ്, മാ നഫ്ഖഹു കസീറൻ, ഞങ്ങൾക്ക് അധികവും മനസ്സിലാകുന്നില്ല എന്നർത്ഥം. മാ നഫ്ഖഹു, ഞങ്ങൾ മനസ്സിലാക്കുന്നില്ല. ഫഖഹ എന്ന് പറഞ്ഞാൽ എന്താ? മനസ്സിലാക്കുക, കാര്യം തിരിയുക എന്നൊക്കെ അർത്ഥം. മാ നഫ്ഖഹു, ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല. കസീറൻ, അധികവും മനസ്സിലാകുന്നില്ല. മിമ്മാ തഖൂലു, നീ പറയുന്നതിൽ നിന്ന് അധികവും ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. വ ഇന്ന, ഞങ്ങൾ, ലനറാക, നിന്നെ കാണുന്നു, ഫീന, ഞങ്ങളിൽ നിന്നെ ഞങ്ങൾ കാണുന്നു, ലഈഫൻ, ബലഹീനനായിട്ടാണ്, ഞങ്ങളുടെ കൂട്ടത്തിൽ ദുർബലനായിട്ടാണ് നിന്നെ ഞങ്ങൾ കാണുന്നത്. വലൗലാ റഹ്തുക്, അങ്ങനെ നിൻ്റെ കുടുംബങ്ങളൊന്നും നിൻ്റെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ, ലൗലാ റഹ്തുക, നിനക്ക് കുടുംബമൊന്നും ഇല്ലായിരുന്നുവെങ്കിൽ, ലറജംനാക, നമ്മൾ നിങ്ങളെ എറിഞ്ഞു കൊല്ലുമായിരുന്നു. നിൻ്റെ കുടുംബങ്ങളില്ലായിരുന്നുവെങ്കിൽ നിന്നെ ഞങ്ങൾ എറിഞ്ഞു കൊല്ലുമായിരുന്നു. വമാ അൻത അലൈന ബി അസീസ്, വമാ അൻത അലൈന, വമാ അൻത, നീയല്ല, അലൈന, ഞങ്ങളുടെ മേൽ, അഥവാ നീ ഞങ്ങളുടെ മേൽ എന്തല്ല, ബി അസീസിനൊരു പ്രതാപിയൊന്നുമല്ല, നീ ഞങ്ങളെക്കാൾ പ്രതാപമുള്ളവനൊന്നുമല്ല. അതുകൊണ്ട് നിൻ്റെ കുടുംബമുള്ളത് കൊണ്ട് മാത്രമാണ് നിന്നെ കൊല്ലാത്തത് എന്ന് ശുഐബ് നബിയോട് അവർ പറഞ്ഞു. അപ്പോൾ ശുഐബ് നബി അതിന് മറുപടി പറയുകയാണ്. ഖാല, ശുഐബ് നബി പറഞ്ഞു, അറഹ്തി അഅസ്സു അലൈക്കും മിനല്ലാഹ്, എൻ്റെ കുടുംബങ്ങളാണോ, അറഹ്തി, എൻ്റെ കുടുംബങ്ങളാണോ, അഅസ്സു അലൈക്കും മിനല്ലാഹി, അള്ളാഹുവിനേക്കാൾ പ്രതാപമുള്ളവർ, അഥവാ അള്ളാഹുവിനേക്കാളും പ്രതാപമുള്ളവർ എൻ്റെ കുടുംബങ്ങളാണോ നിങ്ങളുടെ അടുത്ത്? അഅസ്സു അലൈക്കും മിനല്ലാഹ്, എൻ്റെ കുടുംബങ്ങളാണോ, എൻ്റെ കുടുംബമാണോ നിങ്ങളുടെ അടുക്കൽ അള്ളാഹുവിനേക്കാൾ പ്രതാപമുള്ളത്? അഅസ്സു അറിയില്ലല്ലേ, അഅസ്സു, ഇസ്സത്ത്, അഅസ്സു. അപ്പോൾ ഏറ്റവും പ്രതാപമുള്ളത് എൻ്റെ കുടുംബങ്ങളെക്കാൾ, അള്ളാഹുവിനേക്കാൾ വലുതാണോ എൻ്റെ കുടുംബങ്ങൾ? വത്തഖത്തുമൂഹു വറഅകും ലഹിരിയ, വത്തഖത്തുമൂഹു, വത്തഖത്തുമൂഹു, നിങ്ങൾ, ഹു എന്നാൽ അള്ളാഹു, അപ്പം നിങ്ങൾ അള്ളാഹുവിനെ ആക്കിയിരിക്കുന്നു, വറഅകും, നിങ്ങളുടെ പിന്നിലേക്ക്, ലഹിരിയൻ, അഥവാ നിസാരനാക്കിയിട്ട് നിങ്ങൾ അള്ളാഹുവിനെ നിങ്ങളുടെ പിന്നിലേക്ക് തട്ടിയിരിക്കുന്നു. എന്നിട്ട് എൻ്റെ കുടുംബവും പറഞ്ഞു വരുന്നു, ഇന്ന റബ്ബി ബിമാ തഅമലൂന മുഹീത്ത്, എൻ്റെ നാഥൻ, ഇന്ന റബ്ബി, എൻ്റെ റബ്ബ്, ബിമാ തഅമലൂന, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ, നിങ്ങൾ പ്രവർത്തിക്കുന്ന ഒന്നിനെക്കുറിച്ചൊക്കെ, മുഹീത്തുൻ,
വലയം ചെയ്ത് വിശാലമായി അറിയുന്നവനാണ് അള്ളാഹു. ഓക്കെ. യാ ഖൗമി, എൻ്റെ സമുദായമേ, അറഹ്തി, എൻ്റെ കുടുംബമാണോ, ആസു അലൈക്കും, നിങ്ങളുടെ മേൽ പ്രതാപമായിട്ടുള്ളത്, മിനല്ലാഹി, അള്ളാഹുവിനേക്കാൾ. അപ്പോൾ അള്ളാഹുവിനേക്കാളും വലിയ വിഷയമാണോ എൻ്റെ കുടുംബം? പിന്നെന്തിനാ എൻ്റെ കുടുംബം വെച്ചിട്ട് എന്നെ കൊല്ലാതിരിക്കുന്നു എന്നൊക്കെ. വത്തഹത്തുമോഹു, നിങ്ങൾ ആ അള്ളാഹുവിനെ നിങ്ങൾ ആക്കിയിരിക്കുന്നു, വറാക്കും, നിങ്ങളുടെ പിന്നിലേക്കാക്കിയിരിക്കുന്നു, ഹിരിയൻ, നിസാരമായിട്ട്. ഇന്ന റബ്ബി ബിമാ തഅമലൂന മുഹീത്ത്, എൻ്റെ റബ്ബ് നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ചൊക്കെ വലയം ചെയ്ത് അറിയുന്നവനാണ് എന്ന് ഷുഐബ് നബി അവരോട് പറഞ്ഞു. ഇനി പറയുന്ന അസ്ഹമുൽ അഖീർ, അവസാനത്തെ അമ്പ്. എല്ലാ കിങ്കരന്മാരും എല്ലാ അധികാരികളായ ആളുകളും അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുമ്പോൾ അവർ പറയുന്ന അവസാനത്തെ വാക്കാണ്, അവരുടെ അവസാനത്തെ അമ്പാണ്. വലമ്മൻ ഇൻഖതഅത് ഹുജ്ജതുഹും, അങ്ങനെ ഇവർ പറയുന്നതിൻ്റെ തെളിവുകളൊക്കെ മുറിഞ്ഞുപോയി. ഇൻഖതഅത്, മുറിഞ്ഞുപോയി, ഹുജ്ജത്തുഹും, ഇവരുടെ തെളിവുകളെല്ലാം മുറിഞ്ഞുപോയി. അത്ലഖു സഹമൽ അഖീർ, അങ്ങനെ അവർ അവസാനത്തെ അമ്പും എയ്തു. അത്ലഖു അസ്സഹമൽ അഖീർ, അവസാനത്തെ അസ്ത്രവും അവർ എയ്തുകയാണ്, അഥവാ അമ്പും അവർ ചെയ്യുകയാണ്. അത്ലഖ് അസ്സഹം എന്ന് പറഞ്ഞാൽ വെടിവെക്കുക, അമ്പ് ചെയ്യുക എന്നർത്ഥം. അവർ അമ്പ് ചെയ്തു. അൽ അഖീർ, അവസാനത്തെ അമ്പ്. അല്ലദി അത്ലഖഹുൽ മുതകബ്ബിറൂൻ, എല്ലാ ധിക്കാരികളും എല്ലാ അഹങ്കാരികളും ചെയ്യുന്ന അത്ലഖ എന്ന് പറഞ്ഞാൽ അമ്പ് ചെയ്യുകയല്ല. അപ്പോൾ അവർ പ്രയോഗിക്കുന്ന ധിക്കാരികൾ, അത്ലഖ, അവർ പ്രയോഗിക്കുന്ന, മിൻകുല്ലി ഉമ്മത്തിൻ, എല്ലാ സമുദായത്തിലും വരുന്ന ധിക്കാരികളായ അഹങ്കാരികളായ ആളുകൾ ഉപയോഗിക്കുന്ന അവസാനത്തെ അസ്ത്രവും എയ്തു. അലാ നബിയിഹിം, അവരുടെ പ്രവാചകന്മാരിലേക്ക്, അഥവാ ഓരോ സമുദായത്തിലേക്കും. ഷുഐബ് നബി അലൈഹിസ്സലാമിനെ പോലെ തന്നെ മൂസാ നബിയുടെ ഫിർഔന് മൂസാ നബിയോട് ചെയ്ത പോലെ, നമ്രൂദ് ഇബ്രാഹിം നബിയോട് ചെയ്തതുപോലെ, അതുപോലെ തന്നെ അബൂജഹലും കിങ്കരന്മാരും നമ്മുടെ നബിയോടൊക്കെ ചെയ്തതുപോലെ തന്നെ എല്ലാ അധികാരികളായ ആളുകളും പറയുന്ന അവരുടെ അടവാണ്. അലാ നബി വ അത്ബായിഹിം, ആ നബിമാർക്കെതിരെയും അതുപോലെ തന്നെ അവരെ പിൻപറ്റിയവർക്കെതിരെയും അവസാനമായി പ്രയോഗിക്കുന്ന അമ്പും ഷുഐബ് നബിക്കെതിരെയും അന്നാട്ടിലെ ഏറ്റവും വലിയ ധിക്കാരികളായ ആളുകൾ പ്രയോഗിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഖാലൽ മലഉ, തൻ്റെ സമുദായം പറഞ്ഞു, അല്ലദീന ഇസ്തക്ബറു മിൻ ഖൗമിഹി, തൻ്റെ സമുദായത്തിൽ നിന്നും ധിക്കാരികളായ ഒരു ടീം, അല്ലദീന ഇസ്തക്ബറു, ധിക്കാരികളും അഹങ്കാരികളുമായ ഒരു കൂട്ടം ആളുകൾ, മിൻ ഖൗമിഹി, ഷുഐബ് നബിയുടെ സമുദായത്തിൽപ്പെട്ട എന്താണ് പറയുന്നത്, ലനുഖ്രിജന്നക യാ ഷുഐബേ, ലനുഖ്രിജന്നക, ഇന്ന് നമ്മൾ, ലനുഖ്രിജന്നക, ഖറജ എന്ന പുറപ്പെടുക, അഖ്റജ യുഖ്രിജു എന്ന് പറഞ്ഞാൽ പുറത്താക്കുക എന്നർത്ഥം. അപ്പോൾ ഷുഐബേ, ഞങ്ങൾ, ലനുഖ്രിജന്നക, നിങ്ങൾ സഖീലയും ഖഫീഫൊക്കെ പഠിച്ചതല്ല, അപ്പോൾ അതിനനുസരിച്ചുള്ള അർത്ഥങ്ങളൊക്കെ കിട്ടണം കേട്ടോ. ലനുഖ്രിജന്നക, ഞങ്ങൾ നിങ്ങളെ പുറത്താക്കുക തന്നെ ചെയ്യും. ഓക്കെ, പുറത്താക്കുക തന്നെ ചെയ്യും. യാ ഷുഐബേ, വല്ലദീന ആമനു, അതുപോലെ തന്നെ വല്ലദീന ആമനു മഅക, നിൻ്റെ കൂടെ നിന്നെ വിശ്വസിച്ച നിൻ്റെ കൂടെ വിശ്വാസികളായ ആളുകളെയും നമ്മൾ പുറത്താക്കും. ഷുഐബേ, നിന്നെയും നിൻ്റെ കൂടെ വിശ്വസിച്ചവരെയും സ്വന്തം മിൻ ഖറിയത്തിന, നമ്മുടെ സ്വന്തം നാട്ടിൽ നിന്നും, ഔ ലതഊദുന്ന ഫീ മില്ലത്തിന, അല്ലെങ്കിൽ അഥവാ ഒന്നെങ്കിൽ നിങ്ങളെ പുറത്താക്കും, അല്ലെങ്കിൽ ലതഊദുന്ന ഫീ മില്ലത്തിന, നിങ്ങൾ മടങ്ങി വരിക തന്നെ ചെയ്യണം. ഔ ലതഊദുന്ന, അല്ലെങ്കിൽ നിങ്ങൾ മടങ്ങി വരണം, ഫീ മില്ലത്തിന, ഞങ്ങളുടെ മതത്തിലേക്ക്, അഥവാ ഞങ്ങളുടെ മതത്തിൽ നിങ്ങൾ ഒന്നെങ്കിൽ മടങ്ങി വരിക, ഇവിടെ ഉണ്ടായിരുന്ന മുമ്പത്തെ മതത്തിലേക്ക് നിങ്ങൾ മടങ്ങി വരിക, അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ ഇവിടെ നിന്നും പുറത്താക്കുന്ന, നിന്നെയും അതുപോലെ നിൻ്റെ കൂടെ വിശ്വസിച്ച ആളുകളെയും പുറത്താക്കുന്നതാണ് എന്ന് ഷുഐബ് നബിയോട് തൻ്റെ സമുദായത്തിൽപ്പെട്ട ധിക്കാരികളായ ആളുകൾ പറഞ്ഞു. അപ്പോൾ ഹുജ്ജത്തുൻ ഖാത്തിഅത്തുൻ, ഹുജ്ജ എന്ന് പറഞ്ഞാൽ തെളിവ്, ഖാത്തിഅ എന്ന് പറഞ്ഞാൽ അറുത്ത് മുറിക്കുന്ന എന്നർത്ഥം. പറഞ്ഞാൽ ഉറപ്പുള്ള, അഥവാ ഒരു സംശയത്തിനും ബാക്കിയില്ലാത്ത തരത്തിലുള്ള തെളിവ് എന്നർത്ഥം. സത്യത്തിൻ്റെയും അസത്യത്തിൻ്റെയും ഇടയിൽ വേർതിരിക്കുന്ന, ഒരു സംശയത്തിന് വകയില്ലാത്ത, ഖാത്തിഅത്തുൻ ഉറപ്പുള്ള എന്നർത്ഥം, ഹുജ്ജത്തുൻ തെളിവ്. ഫകാന ജവാബുഹു, ഇത് പറഞ്ഞപ്പോൾ ഷുഐബ് നബി അലൈഹിസ്സലാമിൻ്റെ മറുപടിയായിരുന്നു,
കാന അതിൻ്റെ ഇസ്മ ജവാബ്, അതിൻ്റെ ഖബർ ജവാബ് തന്നെ, മറ്റൊരു ജവാബ്. അപ്പോൾ വക്കാന ജവാബുഹു, ഷുഐബ് നബിയുടെ മറുപടിയായിരുന്നു ജവാബ് ഫഖൂരിൻ ബിദീനി ഫഖിറ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? അഭിമാനം കൊള്ളുക എന്നർത്ഥം, അഭിമാനിക്കുക. അപ്പോൾ ഷുഐബ് നബിയുടെ മറുപടിയായിരുന്നു ജവാബ് ഫഖൂരിൻ ബിദീനിഹി, തൻ്റെ ദീന് കൊണ്ട്, തൻ്റെ മതം കൊണ്ട് അഭിമാനിക്കുന്നവൻ്റെ ഒരു മറുപടിയായിരുന്നു, സ്വമതം കൊണ്ട് അഭിമാനം കൊള്ളുന്നവൻ്റെ ഒരു മറുപടിയായിരുന്നു. അഥവാ ഇസ്ലാം കൊണ്ട് അഭിമാനം നടിക്കുന്ന, ഇസ്ലാം കൊണ്ട് അഭിമാനിക്കുന്ന ഒരുത്തൻ്റെ മറുപടിയായിരുന്നു ഷുഐബ് നബിയുടെ മറുപടി. അതുപോലെ തന്നെ ജവാബ ഗുയൂരിൻ അലാ അഖീദത്തിഹി വളമീരിഹി, ജവാബ ഗുയൂർ എന്ന് പറഞ്ഞാൽ ഗോറ അല, അല്ലെങ്കിൽ ഗോറ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വഹാബത്തിനെ കുറിച്ച് പറയുമ്പോൾ പറയാറുണ്ട്, അവർ ഗോറു അല നബി സല്ലല്ലാഹു അലാ അഖീദത്തിഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാറുണ്ട്. അഥവാ അതിൽ അൽ ഗൈറ അൽ ഗൈറ എന്ന് പറയാം. അത് സംഭവം എന്താ വെച്ചാൽ, ഇപ്പം ഞാൻ തന്നെ സംരക്ഷിക്കണം നബിയെ, ഞാൻ തന്നെ സംരക്ഷിക്കണം, ഞാനായിരിക്കണം നബിയുടെ സംരക്ഷകൻ, ഞാനായിരിക്കണം ഈ ഇസ്ലാമിൻ്റെ സംരക്ഷകൻ എന്നുള്ളൊരു ബോധമുണ്ടല്ലോ, ഒരു സംരക്ഷണ ഉത്തരവാദിത്ത ബോധം, അതിനേക്കാണെന്ന് പറയാം ഗൈറത്ത് എന്ന് പറയാം. അപ്പം അങ്ങനെ സംരക്ഷണ ബോധമുള്ളവൻ അലാ അഖീദത്തിഹി, അഥവാ ഞാൻ തന്നെയായിരിക്കണം, അഥവാ മറ്റുള്ളവരെക്കാളും മറ്റു സ്വഹാബികളെക്കാളും ഞാനായിരിക്കണം നബിയുടെ സംരക്ഷകൻ എന്നുള്ള, അതിന് പ്രയോഗിക്കുന്ന പ്രയോഗമാണ് ഗൈറത്ത് ഗോറ എന്നുള്ളൊരു പ്രയോഗം. അപ്പോൾ ഗുയൂറുൻ സംരക്ഷണ ബോധമുള്ളവരും അലാ അഖീദത്തിഹി, തൻ്റെ വിശ്വാസത്തിൻ്റെ മേൽ, അഥവാ തൻ്റെ വിശ്വാസത്തെ ഞാൻ സംരക്ഷിക്കണമെന്ന ബോധമുള്ളവൻ. അതുപോലെ തന്നെ വളമീരിഹി, തൻ്റെ ഹൃദയത്തിൻ്റെ മേലിലും സംരക്ഷണം, തന്നെ ഹൃദയം എന്ന് പറഞ്ഞാൽ വിശ്വാസം, അപ്പോൾ അതിൻ്റെ മേലിലേക്ക് നല്ല സംരക്ഷണ ബോധമുള്ളവൻ്റെ ഒരു മറുപടിയായിരുന്നു ഷുഐബ് നബിയുടെ മറുപടി. ഷുഐബ് നബിയുടെ മറുപടിയായിട്ട് ഷുഐബ് നബി പറയുന്നു, അവലൗ കുന്ന കാരിഹീൻ എന്ന് ഷുഐബ് നബി അവരോട് ചോദിച്ചു. അവലൗ കുന്ന കാരിഹീൻ, അവലൗ കുന്ന ഞങ്ങൾ എല്ലാ എങ്കിലും, കാരിഹീന ഞങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിലും എന്നർത്ഥം, ഞങ്ങൾ വെറുക്കുന്നവരാണെങ്കിലും ഞങ്ങൾ മടങ്ങി വരികയാണോ എന്ന് ചോദിച്ചു. അഥവാ ഞങ്ങൾക്ക് നിങ്ങളിതിലേക്ക് മടങ്ങി വരാനൊന്നും ഇഷ്ടമില്ല, അങ്ങനെ ഞങ്ങൾ ഇഷ്ടമില്ലാതെ നിങ്ങളുടെ മതത്തിലേക്ക് ഗർവാപ്പസ് ചെയ്യണോ എന്ന് ഷുഐബ് നബി അലൈഹിസ്സലാം അവരോട് ചോദിച്ചു. അവർ പറഞ്ഞത് എന്താണ്? ഒന്നെങ്കിൽ നിങ്ങൾ അവിടുന്ന് പുറത്താക്കും, അല്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ മതത്തിലേക്ക് മടങ്ങി വരിക. അപ്പോൾ ഷുഐബ് നബി തിരിച്ചു ചോദിക്കുകയാണ്, അങ്ങനെ ഞങ്ങൾക്ക് നിങ്ങളുടെ മതത്തിലേക്ക് വരാൻ ഒരു ഇഷ്ടവുമില്ല, അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ നിങ്ങളുടെ മതത്തിലേക്ക് തിരിച്ചു വരണോ എന്ന് ഷുഐബ് നബി അവരോട് ചോദിച്ചു. എന്നിട്ട് ഷുഐബ് നബി പറഞ്ഞു, ഖദിഫ്തറൈന അലല്ലാഹി കദിബൻ, ഖദിഫ്തറൈന അലല്ലാഹി കദിബൻ ഇൻ ഉദ്നാ ഫി മില്ലത്തിക്കും ബഅദ ഇദ് നജ്ജാന അല്ലാഹു മിൻഹാ വമാ യകൂനു ലനാ അൻ നഊദ ഫീഹാ ഇല്ലാ അൻ യശാ അല്ലാഹു റബ്ബുനാ വസിയ റബ്ബുനാ കുല്ല ഷൈഇൻ ഇൽമാ അലല്ലാഹി തവക്കൽനാ റബ്ബനാ ഇഫ്തഹ് ബൈനനാ വബൈന ഖൗമിനാ ബിൽ ഹഖ് വഅൻത ഖൈറുൽ ഫാത്തിഹീൻ. ഇത് സൂറത്തുൽ അഅറാഫിലെ 88-89 ആയത്തുകളിലാണ് കേട്ടോ ഉള്ളത്. ഇതിന് മുമ്പ് നമ്മളൊരു രണ്ടായത്ത് വന്നിരുന്നു, അത് സൂറത്തുൽ ഹൂദിലെ 91 ആയത്തായിരുന്നു. അപ്പോൾ ഇവിടെ ഷുഐബ് നബി അവരോട് അതിനെ കൂട്ടത്തിൽ കൂട്ടിച്ചേർക്കുകയാണ്. ഖദിഫ്തറൈന അലല്ലാഹി, അള്ളാഹുവിൻ്റെ മേൽ, ഇഫ്തറൈന അലല്ലാഹി കദിബൻ, അള്ളാഹുവിൻ്റെ മേൽ കളവിനെ നമ്മൾ കെട്ടിച്ചമച്ചിരിക്കുന്നു. എന്നിട്ട് ഇൻ ഉദ്നാ ഫി മില്ലത്തിക്കും, അങ്ങനെ ഖദിഫ്തറൈന അലല്ലാഹി കദിബൻ എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കളവ് പറഞ്ഞവരായി മാറി എന്നർത്ഥം. ഖദിഫ്തറൈന അലല്ലാഹി കദിബ, അള്ളാഹുവിൻ്റെ പേരിൽ ഞങ്ങൾ കളവ് പറഞ്ഞവരായി മാറും. ഇൻ ഉദ്നാ ഫി മില്ലത്തിക്കും, നിങ്ങളുടെ സമുദായത്തിലേക്ക്. ആ ഇന്നിൻ്റെ മറുപടിയായിട്ട് മുമ്പാട്ട വരണ്ടേ. അപ്പോൾ ഇൻ ഉദ്നാ ഫി മില്ലത്തിക്കും, നിങ്ങളുടെ സമുദായത്തിലേക്ക് നമ്മൾ മടങ്ങി വന്നാൽ, ബഅദ ഇദ് നജ്ജാന അല്ലാഹു മിൻഹാ, അള്ളാഹു അതിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു, നിങ്ങളുടെ ചീത്ത വിശ്വാസത്തിൽ നിന്നും. ബഅദ ഇദ് നജ്ജാന അല്ലാഹു മിൻഹാ, അള്ളാഹു ഞങ്ങളെ ഇതിൽ നിന്നും രക്ഷിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇതിൽ നിന്നും രക്ഷിച്ച ശേഷം ഞങ്ങൾ സത്യത്തിൻ്റെ പാതയിലേക്ക് കടന്നു വന്ന് വീണ്ടും നിങ്ങളുടെ മതത്തിലേക്ക് തന്നെ ഞങ്ങൾ മടങ്ങി വരികയാണെങ്കിൽ ഖദിഫ്തറൈന അലല്ലാഹി കദിബ, അള്ളാഹുവിൻ്റെ പേരിൽ കളവ് പറഞ്ഞവരായി മാറും ഞങ്ങൾ. അതുകൊണ്ട് വമാ യകൂനു ലനാ, ഞങ്ങൾക്കില്ല അൻ നഊദ ഫീഹാ,
ഞങ്ങൾ ആ മതത്തിലേക്ക് മടങ്ങൽ ഞങ്ങൾക്കില്ല. ഇല്ലാ യശ അള്ളാഹു റബ്ബുന, ഇല്ല അയ്യഷ അള്ളാഹു റബ്ബുന, അള്ളാഹു നമ്മുടെ റബ്ബായ അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ ഞങ്ങൾക്കൊരു മടക്കവുമില്ല. ഞങ്ങളുടെ റബ്ബ് വസിയ റബ്ബുന കുല്ല ഷൈഇൻ ഇൽമ, എല്ലാ വസ്തുക്കളെയും കുറിച്ച് അറിവിനാൽ ഉൾക്കൊണ്ടിരിക്കുന്നു പറഞ്ഞ എല്ലാ വസ്തുക്കളെക്കുറിച്ചും പരിപൂർണമായി അറിഞ്ഞിരിക്കുന്നു. അലല്ലാഹി തവക്കൽന, ആ അള്ളാഹുവിൽ ഞങ്ങൾ ഭരമേൽപ്പിക്കുന്നു. റബ്ബന, ഞങ്ങളുടെ റബ്ബെ, ഇഫ്തഹ് ബൈനന, ഇഫ്തഹ് ബൈനന വബൈന ഖൗമിന ബിൽ ഹഖ് വഅൻത ഖൈറുൽ ഫാത്തിഹീൻ. ഇഫ്തഹ് എന്ന് പറഞ്ഞാൽ തുറക്കുക എന്നൊക്കെയാണ്, അഥവാ വിധി കൽപ്പിക്കുക എന്നർത്ഥം. ഇഫ്തഹ് ബിൽ ഹഖ്, സത്യം കൊണ്ട് വിധി കൽപ്പിക്കുക. ഇഫ്തഹ് ബൈനന ബിൽ ഹഖ് എന്ന് പറഞ്ഞല്ലോ. ഇഫ്തഹ് ബൈനന വബൈന ഖൗമിന, ഞങ്ങൾക്കിടയിലും ഞങ്ങളുടെ ജനതയ്ക്കുമിടയിൽ സത്യം കൊണ്ട് നീ വിധിക്കണം. വഅൻത ഖൈറുൽ ഫാത്തിഹീൻ, നീ സത്യം വിധിക്കുന്നവരിൽ ഏറ്റവും ഉത്തമനാണല്ലോ റബ്ബേ, അതുകൊണ്ട് സത്യം കൊണ്ട് വിധിക്കണമെന്ന് ശുഐബ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. അപ്പോൾ ഇതിലെ പദങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കുക. കുറച്ച് പദങ്ങളുള്ളൂ പുതിയതായിട്ട്, ബാക്കിയൊക്കെ നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണ്. നജ്ജ എന്ന് പറഞ്ഞാൽ രക്ഷിക്കുക, പിന്നെ കാരിഹ് എന്നെന്താ വെറുക്കുക, വെറുത്തവൻ. ഫഹൂർ, ഫഹൂർ എന്ന് പറഞ്ഞാൽ അഭിമാനിക്കുക. ഒയൂർ എന്ന് പറഞ്ഞാൽ സംരക്ഷണ ബോധമുള്ളവൻ എന്നൊക്കെ അർത്ഥത്തിന് കണ്ടോ. പിന്നെ ഇതിലെ പദങ്ങളായിട്ട് അത്ലക്ക സഹമൊക്കെ നിങ്ങൾ മുമ്പ് വിശദമായിട്ട് നമ്മൾ മുമ്പത്തെ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അഥവാ അമ്പ് ചെയ്യുക. ആസ് പറഞ്ഞാൽ ഏറ്റവും പ്രധാനമുള്ള. റഹ്ത് പറഞ്ഞാൽ കുടുംബം, ബന്ധുക്കൾ എന്നൊക്കെ അർത്ഥത്തിന് കേട്ടോ. ഇത്തഹദൂഹു വറാക്കും, നിങ്ങൾ പിന്നിലോട്ടാക്കുക എന്നർത്ഥം. നഫ്ഖഹു പറഞ്ഞാൽ മനസ്സിലാവുക എന്നർത്ഥം. ഉർലത്ത് പറഞ്ഞാൽ ലക്ഷ്യം, ലക്ഷ്യം, അതുപോലെ തന്നെ അതിൻ്റെ അഭിലാഷം, ഉദ്ദേശം എന്നൊക്കെ അർത്ഥത്തിന് കേട്ടോ. അതിൻ്റെ നാട്ടക്കുറി എന്നൊക്കെ പറയാറുണ്ട്. അമ്രാൽ ഹലാക്ക് പറഞ്ഞാൽ നാശം, പിന്നെ കാഹിർ പറഞ്ഞാൽ അടക്കി വായുന്ന. അഹ്വൻ എന്ന് പറഞ്ഞാൽ എന്താ, അഹ്വൻ അലൈഹിം, അവരുടെ മേൽ നിസ്സാരമാക്കുക. അഷീറത്ത് പറഞ്ഞാൽ കുടുംബക്കാർ, ആഷിറത്ത് ഖറാബത്ത് ബന്ധുക്കൾ, കുടുംബക്കാർ എന്നൊക്കെ അർത്ഥം. ഖറാബത്ത് പറഞ്ഞാൽ ബന്ധം എന്നും അർത്ഥമുണ്ട്. ഷഖ പറഞ്ഞാൽ പ്രയാസമാവുക. അബ്ലഗ് പറഞ്ഞാൽ നല്ല എന്തുള്ള, ഏറ്റവും സംസാര വൈഭവമുള്ള എന്നർത്ഥം. അഫ്സഹ പറഞ്ഞാൽ നല്ല വാചാലനായ, ഭാഷാശുദ്ധിയുള്ള എന്നർത്ഥത്തിനിക്ക്. പിന്നെ തജാഹല പറഞ്ഞാൽ അറിവില്ലായ്മ നടിക്കുക, അറിവില്ല എന്ന് നടിക്കുക എന്നർത്ഥം. അപ്പോൾ ഇത്രയും പദങ്ങളൊക്കെ നോക്കുക. അജ്നബി പറഞ്ഞാൽ അന്യ, അഥവാ സാധാരണ അല്ലാത്ത എന്നർത്ഥത്തിനിക്ക്. ഓക്കെ, അസ്സലാമു അലൈക്കും.